ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. കുക്കറിൽ നിറച്ച് വെച്ചിട്ടുള്ള ഇരുമ്പും പുളിയും അതുപോലെ പാത്രം കഴുകാൻ എടുക്കുന്ന സോപ്പുണ്ടല്ലോ, വിമ്മോ ഏത് എപ്രിലോ ഏതായാലും വേണ്ടിയുള്ള അതെടുത്തിട്ട് പൊട്ടിച്ചെടുത്തിട്ട് ഇതുപോലെ കുക്കറിൽ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്തതാ ഇത്രയും ലിക്വിഡ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ വീട്ടിൽ നമ്മുടെ ഇരുമ്പുളി ഒന്ന് വെറുതെ ചീഞ്ഞ് പോവാണ്ട് നമുക്ക് ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കാം. അപ്പോൾ ഈ ഇടയ്ക്കായിട്ട് ഒരുപാട് തവണ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും നിറയെ ഉണ്ടായിട്ടുണ്ട്. മോള് ഒരുപാട് പറിച്ചിട്ടുണ്ട്. അപ്പോൾ പറിച്ച് പകുതി ആയപ്പോഴേക്കാട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാം പറിച്ചെടുത്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഒന്ന് കഴുകിയിട്ട് ഈ ഒരു പൂക്കളൊന്നും ഇല്ലാണ്ട് അതിലൊന്ന് പെറുക്കിയെടുക്കണം. കുറച്ചൊക്കെ പൂക്കൾ അതിൽ പെടുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് പെറുക്കിയെടുത്തിട്ട് കുക്കറിൽ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഈ ഒരു പാത്രം കഴുകുന്ന ഈ ഒരു കട്ടുണ്ടല്ലോ, ആക്റ്റീവിൻ്റെ കട്ടായിട്ടോ എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ അതൊന്ന് പൊട്ടിച്ചിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതാക്കി ഇട്ട് കൊടുക്കാൻ പറ്റിയാൽ അത്രയും ബെറ്റർ ആയിരിക്കും കേട്ടോ. അങ്ങനെ അതിന് കൈ വെച്ചിട്ടൊന്ന് മുറിച്ചിട്ട് പെട്ടെന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലോട്ട് അല്പം വെള്ളം കൂടെ ഒഴിച്ചെടുത്തതിന് ശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് വേവിക്കുകയാണ്. വെള്ളം അധികം ഒഴിച്ച് കൊടുക്കാണ്ടിരിക്കട്ടെ. അപ്പോൾ എനിക്ക് പറ്റിയൊരു അബദ്ധമാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു സോപ്പോ എസൻസൊക്കെ പുറത്തോട്ട് ഒലിച്ച് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് വെള്ളം പരമാവധി ഒഴിക്കാണ്ട് വെച്ച് കൊടുക്കുക. ഈ ഒരു മുറുക്കാപ്പുളിയിൽ നിന്നുള്ള വെള്ളം പുറത്തോട്ട് അങ്ങനെ സ്പ്രെഡായിട്ട് ഇങ്ങനെ വെള്ളം ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാവും തോന്നുന്നു. അപ്പോൾ ഞാൻ എനിക്ക് കഴിഞ്ഞ് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഒത്തിരി വെള്ളം ആഡ് ചെയ്തിട്ടുള്ളൂ. എങ്കിലും അത് ഒരുപാടായിട്ടുണ്ട്. അപ്പോൾ കുക്കറൊക്കെ തുറന്ന് നോക്കിയതിന് ശേഷം ഈ ഒരു ഇരുമ്പുളി മറ്റൊരു പാത്രത്തിലോട്ട് ഇങ്ങനെ കോരി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കുറച്ച് അത് വേറെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഇനി ഇത് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിൽ ഒന്നിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇനി നേരെ ഇതിന് കോരിയിട്ട് നമുക്ക് മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ അതൊരു മറ്റൊരു പാത്രത്തിലോട്ട് ഇങ്ങനെ വെള്ളം വേറെ മുറുക്കാപ്പിളി വേറെ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് വെക്കുന്നത്. അപ്പോൾ അതിൽ സോപ്പൊക്കെ അതുപോലെ കിടക്കുന്നുണ്ട്. അത് കുഴപ്പമില്ല, അതൊക്കെ മിക്സിയിലിട്ട് അടിക്കുമ്പോൾ അരഞ്ഞു പോയിക്കോളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ഇത് ഏകദേശം ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് തന്നെ ടൈമും കുറവായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എടുത്തിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം അരച്ചെടുക്കട്ടോ നിങ്ങൾ. അപ്പോൾ ഇതിലോട്ട് അല്പം ആ ഒരു മാറ്റി വെച്ചിട്ടുള്ള നിത്യത്തിൻ്റെ വെള്ളം ഉണ്ടല്ലോ അത് ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലോട്ട് അത്യാവശ്യം വലിപ്പമുള്ള പാത്രം എടുക്കാൻ നോക്കട്ടോ. അതെന്താണ് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ ഇത് അരച്ചിട്ട് മുഴുവനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് അരിക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതിൽ വല്ല കുരുവോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഒന്നുമില്ലായിരുന്നു കേട്ടോ. അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ തന്നെ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എങ്കിലും എൻ്റെ സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാനത് അരിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നത്. ഈ നല്ല കട്ടിക്കരെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പാത്രമൊക്കെ വെട്ടി തിളകും കേട്ടോ. അതിൻ്റെ ഒരു പുളിയും ആ ഒരു സോപ്പിൻ്റെ ഒരു ഇതും ഒക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ നല്ല പദമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. പിന്നെ ഇതിലോട്ട് ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ്. പിന്നെ കയ്യിൽ കുറച്ചുള്ളൂ കേട്ടോ. അപ്പോൾ 2 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ 2 ടീസ്പൂണോളം വിനാഗിരിയോടെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. പിന്നെ കയ്യിലുള്ള ബേക്കിംഗ് സോഡ ഒഴിച്ചെടുത്തതിന് ശേഷം വിനാഗിരി ഒഴിക്കുമ്പോൾ അങ്ങോട്ട് പൊന്തി വരും കേട്ടോ. അപ്പോൾ അതാണ് പറഞ്ഞത്, കുറച്ച് കൊണ്ടുള്ള പാത്രം എടുക്കണത്, അല്ലെങ്കിൽ നിറഞ്ഞ കവിഞ്ഞ് എല്ലാം നിരത്ത് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മൾ ഇതിനൊക്കെ എടുക്കുന്ന പാത്രങ്ങൾ എന്ന് പറയുമ്പോൾ അത്യാവശ്യം കറക്കുള്ള പാത്രം എടുക്കണം. അത് നന്നായിട്ട് ക്ലീനായി കിട്ടുകയും ചെയ്യും. ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ബേക്കിംഗ് സോഡ കുറച്ചും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഇത് ചിലപ്പോൾ നിറഞ്ഞ് കവിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കുറവായതുകൊണ്ടായിരിക്കും ഏകദേശം അതിൻ്റെ ഒരു ടോപ്പ് വരെ എത്തിയിട്ടുണ്ട്. നന്നായിട്ട് കൊണ്ടുള്ളൊരു ചെമ്പട്ടിയായിരുന്നു ഇത്. അപ്പോൾ ഈ ഒരു കയ്യിൻ്റെ ഉൾവശമൊക്കെ ഒരു കറുപ്പ് കളറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു തവി വെച്ചിട്ട് അതിനത് ഇളക്കാൻ വിചാരിച്ചത്. പിന്നെ ഇതിലോട്ട് ഒരു സ്മെല്ലിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ലിക്വിഡ് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഡിഷ് വാഷിൻ്റെ ജെല്ലാണ് കേട്ടോ. PG കാർട്ടിൻ്റെ കമ്പനിയുടെ ഡിഷ് വാഷ് ജെല്ലാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് അതിലോട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു സ്മെല്ലിനൊക്കെ വേണ്ടി ഇനി വേണമെങ്കിൽ ഫുഡ് കളറൊക്കെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ ആഡ് ചെയ്യുന്നില്ല. ഈ ഒരു കളറിൽ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടോ. നമുക്ക് വേണമെങ്കിൽ അതൊക്കെ ഒന്ന് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ വെറുതെ കളയുന്ന ഈ ഉറുക്കാപ്പുളിയൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒരുപാട് ടോയ്ലറ്റ് അതുപോലെ ബാത്റൂമിൻ്റെ ഫ്ലോറ് ടൈൽസ് ഇതൊക്കെ വാഷ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി ബ്ലാക്ക് അങ്ങനത്തെ ഇതിലോട്ട് ഒഴിക്കാണ്ടിരിക്കും. ഇനിയിപ്പോൾ അതിൻ്റെ കപ്പളി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കറ വീണിട്ട്
ചീത്തയായി പോകരുത്. അപ്പോൾ ടൈൽസ് നമ്മൾ ബാത്റൂമിലുള്ള വെള്ള ടൈൽസ്, അതുപോലെ വീട്ടിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ നന്നായിട്ട് കഴുകട്ടോ. ഇനി കറുത്ത ഫ്ലോറിലോട്ടൊന്നും ഒഴിക്കാണ്ടിരിക്കുക. അത് ഒഴിച്ചാൽ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. പുളിയുള്ള സാധനങ്ങളൊക്കെ തട്ടുമ്പോൾ പ്രത്യേകിച്ച് ഒരു കളർ വ്യത്യാസം വരുമല്ലോ. ടോയ്ലറ്റ്, ബാത്റൂം, അതുപോലെ പാത്രങ്ങളൊക്കെ കഴുകാൻ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഡിഷ് വാഷ് ജെല്ലിന് ഉപയോഗിച്ച് വാഷിയുടെ വീഡിയോ ഞാൻ ചെയ്യുന്നില്ല. അപ്പം എനിക്ക് വീഡിയോ എടുത്തു തരാൻ ആളില്ലാത്തതുകൊണ്ട് ഞാൻ തനിയെ ചെയ്യണം. അപ്പോൾ നമുക്ക് സ്റ്റാൻഡും കാര്യങ്ങളും